യോസേഫ് പിതാവായിട്ട് അഭിനയിക്കാൻ ലഭിച്ച ഒരു ഭാഗ്യം, അതൊരു വലിയ ഭാഗ്യമാണ്. ഇതുവരെ യേശുവിൻ്റെ പറയാത്ത കുറേ ഇതുണ്ട്, അതെല്ലാം ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ എന്നെ മദർമേരിയായിട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം മദർമേരിയായിട്ട് എന്നെ തന്നെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇരട്ടി മധുരം എന്നൊക്കെ പറയും. 3-ാം നമ്പർ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ 3ാമത്തെ നമ്പറാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഇതുവരെ ആരും പറയാത്തൊരു ഒരു ഏഡ് എടുത്തിട്ട് ചെയ്യുന്നുണ്ടാവും. രാജന്റെയും ദിവ്യയുടെയും ഒക്കെ നല്ല ആക്ടിംഗ് ആയിരുന്നു. എനിക്ക് യേശുവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ആക്ടിംഗ് ആയിരുന്നു. കൊച്ചു പയ്യനാണേലും നല്ലതായിട്ട് അവൻ്റെ എക്സ്പ്രഷനൊക്കെ നല്ലായിരുന്നു. വളരെ നല്ല പടം. സൺഡേ സ്കൂൾ പിള്ളേരെയും കൊച്ചു പിള്ളേരെയും എല്ലാം കൊണ്ട് കാണിക്കണം. യേശുവായിട്ട് വന്ന കുട്ടി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഷണ്ടിയും ഇതെല്ലാം മറച്ച് വെച്ച് താടിയൊക്കെ തന്ന് അങ്ങനത്തെ ഒരു വേഷത്തിന് വിളിക്കുന്ന എങ്ങനെ ഈ പറഞ്ഞ ഡയറക്ടർ തോന്നി എനിക്കറിയില്ല. ഒരു ക്രിസ്ത്യൻ സമുദായം മാത്രം കാണേണ്ട സിനിമയല്ല ഇത്. ബിബ്ലിക്കൽ സ്റ്റോറി ആണെങ്കിൽ പോലും ഇതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ക്രിസ്ത്യൻ സോങ്സ് ഒത്തിരി ടച്ചിങ് ആണ്. മാതാക്കൾ ഒരു കൊച്ചിനെ കാണാതെ പോയി അതിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ഉള്ള വേദന ശരിക്കും കഷ്ടപ്പെട്ട് അതിൻ്റെ ആ മരുഭൂമി കൂടെയുള്ള യാത്രയും അതെല്ലാം നമ്മളെ ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്.